ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിന്ന് ഇത് പുതിയൊരു വീഡിയോ അല്ല, ഇത് മുന്നേ ഞാനൊരു അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഞങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അത് മാത്രം ഒരു വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്തതാണ് അവിടെ വെച്ചിട്ട്. ഇത് അതിൻ്റെ ഒരു ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം, അത് ക്ലിക്ക് ചെയ്ത് കണ്ടതിന് ശേഷം ഇത് കാണാം കേട്ടോ. അവിടുന്ന് നേരെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ബീച്ചിലോട്ട്, കോഴിക്കോട് ബീച്ചിലേക്കാണ്. ഞങ്ങളിങ്ങനെ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ഒരു കനാലക്കോട് പോലത്തെ സ്ഥലം. പക്ഷെ അവിടെയൊക്കെ ഫുള്ള് വെള്ളമായതുകൊണ്ട് പിന്നെ പാർക്കിംഗ് കുറച്ച് ഇഷ്യൂ ആയതുകൊണ്ട് അവിടുന്ന് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ബട്ട് റോഡ് ബീച്ചിലേക്കാണ് നേരെ വന്നത്. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മഴയത്തൊക്കെ ബീച്ചിൽ വന്നാൽ നിങ്ങൾക്ക് പ്രാന്താണോ എന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇതൊക്കെ ഒരു രസം. പിന്നെ ഞാൻ വെറുതെ കാലിൽ വെള്ളം നോക്കിയിരുന്നു, പക്ഷെ ആദ്യം ആയില്ല. പിന്നെ രണ്ടാമതാക്കിയപ്പോൾ അതേ വെള്ളം വന്നു. എന്തായാലും ബീച്ചിൽ പോയതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടാവുമല്ലോ. അപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് അവിടെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു അപാര വീഡിയോ ആണ് കേട്ടോ. ഞാൻ വെള്ളത്തിൻ്റെ അവിടെ വെറുതെ ഷോ അടിക്കുക വീഡിയോ എടുക്കാൻ വേണ്ടി പോയി നിന്നതിന് വെള്ളം കയറി വന്ന് പിന്നെ നമ്മുടെ ബീച്ച് ഫുഡ് കഴിക്കാതെ ബീച്ചിൽ വന്നിട്ട് പോകുന്നവർക്ക് വളരെ കുറവായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഓരോന്നൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് കഴിക്കുകയാണ്. സ്ഥിരം ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും കാടമുട്ട ഫ്രൈ ചെയ്തത് നമ്മുടെ കോളിഫ്ലവർ പൊരിച്ചതുമാണ് കേട്ടോ. അതാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷെ അത് ഒരെണ്ണം വാങ്ങിയുള്ളൂ, അടിപൊളി സാധനം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കഴിച്ച് ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് മൂന്നാൾക്കൂടെ. ഞങ്ങളത് കഴിക്കാം. വേറെ എവിടെയെങ്കിലും തിരക്കില്ലെങ്കിലും പക്ഷേ ഈ ഫുഡിൻ്റെ സ്ഥലത്ത് മാത്രം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്, അവിടെ നല്ല തിരക്കായിരുന്നു. ബാക്കി ബീച്ച് സൈഡിലേക്കൊന്നും അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ടായിരിക്കും അവിടേക്കൊന്നും ആരും കണ്ടില്ല. ഇവിടെ ഭയങ്കര തിരക്കാണ്. നല്ല കടുക്ക പൊരിച്ചതും ഉപ്പിലിട്ടതും ഐസ്ക്രീംസ് അങ്ങനെ കുറേ ഉണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളിന്ന് അവിടെ ഇങ്ങനെ തിരിച്ച് പോവാൻ കേട്ടോ. ഞങ്ങളൊരു ഫുഡ് കഴിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയാണ് പോണത്. വലിയ ഐഡിയ ഒന്നുമില്ല എവിടെ കയറണം എന്നൊന്നും. അങ്ങനെ പോണ വഴിക്ക് ഏതെങ്കിലും സ്ഥലത്ത് കയറാമെന്നുള്ള വിചാരിച്ച് അങ്ങനെ പോവാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി, ഈറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, കുറച്ചായി തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ ഒന്ന് കയറി ഫുഡൊന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടേക്കാട്ടോ പോകുന്നത്. ഇതാണ് ഈറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. കാണാനൊക്കെ നല്ല ആംബിയൻസ് ആണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്, എല്ലാം ഉണ്ട്. നമുക്കിനി ഫുഡും കൂടി എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടില്ലേ. പിന്നെ നമുക്കിതാ ഇവിടെ ഇരിക്കുന്ന സീറ്റ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഫുൾ ബീച്ചാണ്. നമുക്കവിടെ ഇരുന്ന് ഫുൾ സീനറി കണ്ടുകൊണ്ട് നമുക്ക് കഴിക്കാം. അതിന് ഫുൾ ഗ്ലാസ്സാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് എന്താ പറയുക, ബീച്ച് ഇങ്ങനെ നമുക്ക് തൊട്ടടുത്ത് ഇങ്ങനെ തിരമാല അടിക്കുന്നത് കാണാം. ഇതാണ് അവിടുത്തെ ഫുൾ ആംബിയൻസ് എന്ന് വരുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ആയിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്, ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും. ഇനി നമുക്കത് കഴിച്ചിട്ട് അതെങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. പിന്നെ എന്തോ ഒരു എണ്ണം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു പേര് എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. ഒരു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ പീച്ചിൻ്റെ ഫ്ലേവറാണ് വരുന്നത്. അവരെന്തോ ഒരു പേര് പറഞ്ഞു, അതിന് അവരുടേതായ എന്തോ ഒരു ഡ്രിങ്ക്സ് ആണ് അത്. ഈ ഡ്രിങ്ക് കുടിച്ചപ്പോൾ ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പീച്ചിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ടാണോ ഇനി ആ ഡ്രിങ്കിന് കുഴപ്പമാണോ എന്നറിയില്ല, വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര എന്തോ ഒരു ടേസ്റ്റാണ് അതിന് വന്നത്.
അതേപോലെ തന്നെ നമ്മൾ ഈ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തതും അതും കുറച്ച് അബദ്ധമായിട്ടുണ്ട്. അത് കുറച്ച് ഫ്ലേവർ കൂടുതലായിരുന്നു. അതിൻ്റെ എരിവിനനുസരിച്ച് കുറച്ച് ഇതുണ്ട് തോന്നുന്നു. ഹൈ, മീഡിയം, ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മീഡിയം ആയിരുന്നു പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഈ സാധാ ഒരു ഫ്രൈഡ് ചിക്കൻ നോർമൽ ഉള്ളതിൻ്റെ അത്രയ്ക്കൊന്നും ടേസ്റ്റ് ഇതിനില്ല. പിന്നെ വലിയ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡൊന്നും. അവിടെ കാണാനുള്ളൊരു ആംബിയൻസും പിന്നെ അതിൻ്റെ ആ ഒരു ബീച്ച് വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡൊന്നും വലിയ രസമായിട്ട് തോന്നിയില്ല. നല്ല സ്പൈസി ആയതുകൊണ്ട് നമുക്ക് കഴിക്കാനും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നോർമൽ ഒരു ഫ്രൈഡ് ചിക്കനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇത് ഫ്ലോപ്പാണ് കേട്ടോ. അവിടെ പോയിട്ട് ഇങ്ങനെ ഫ്രൈഡ് ചിക്കൻ ഈ ഒരു സ്പൈസി ഒന്നും കഴിക്കേണ്ടതെന്നാണ്. ചിലർക്ക് സ്പൈസി ഒക്കെ ഓവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യം ആയില്ല, ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ അതുമല്ല, നമുക്ക് അവിടെ തന്നെ നല്ല അത്യാവശ്യം റേറ്റും ഉണ്ട്. പക്ഷെ ആ റേറ്റിനനുസരിച്ച് ഒരു ക്വാളിറ്റി ഫുഡാണെന്ന് തോന്നിയിട്ടില്ല. അതിനേക്കാളും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് വേറെ ഓരോ സ്ഥലത്തുണ്ടല്ലോ. അത് പക്ഷേ ആ ഒരു ക്വാളിറ്റിക്ക് കുറച്ച് കുറവുണ്ട്. പക്ഷേ മൊത്തത്തിൽ അവിടുത്തെ ഒരു ആംബിയൻസും കംപ്ലീറ്റ് സെറ്റപ്പും ഒക്കെ അടിപൊളിയാണ്, എല്ലാം റെഡി. പക്ഷേ ഞങ്ങൾ വേറെ ഫുഡൊന്നും ട്രൈ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, മേ ബി അതായിരിക്കാം. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതാണെങ്കിൽ അവരുടെ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെ ഇത് കുറേ ആയിട്ട് പോകണം എന്ന് വിചാരിച്ചായതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് കൂടെ അല്ലേ ക്രോസ് ചെയ്ത് പോകുന്നത്. അപ്പം ഞങ്ങളൊന്ന് കയറിയതേ ഉള്ളൂ. ഇനി മുമ്പേ അവിടെ പോയിട്ടുള്ളവർക്ക് നല്ല ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയൊന്നുമല്ല. ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും ഫുഡ്, വെറൈറ്റി ഫുഡ്സൊക്കെ അവർ നല്ല ക്വാളിറ്റി ഫുഡ് ഉണ്ടോ എന്നുള്ളതും ഞങ്ങൾക്ക് അറിയില്ല. ഇതെന്തായാലും ഫ്ലോപ്പായിരുന്നു. പിന്നെ കസ്റ്റമർ സർവീസ് ഒക്കെ അടിപൊളിയാണ്. അവിടെ സർവീസൊക്കെ കൊള്ളാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ചോദിക്കൊന്നുമില്ല. പിന്നെ നമുക്ക് ആ ഫ്രൈഡ് ചിക്കൻ വന്നതിൻ്റെ ശേഷമാണ് ബണ്ണുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിച്ചത്. അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണത് ബണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. പിന്നെ എസ്പെഷ്യലി ആ ഡ്രിങ്കും അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. മൊയ്റ്റോ അല്ല, അത് വേറെ എന്തോ ഒരു ടൈപ്പ് ഓഫ് അവരുടെ എന്തോ ഒരു ഇതാണ് അത് ഫ്ലേവർ. അതിൻ്റെ പൾപ്പ് ഇട്ടിട്ട് അങ്ങനെ എന്തോ ചെയ്യുന്നതാണ്. അതിൽ പല ഫ്ലേവേഴ്സും വരുന്നുണ്ട്. പക്ഷെ അത് ഡ്രിങ്കും കൊള്ളൂലായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങളിത് ക്യാഷ് അടച്ച് ഞങ്ങളിത് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് അവിടുന്ന് പുറമേ ഉള്ള വ്യൂ കേട്ടോ. പുറത്തൊക്കെ നല്ല അടിപൊളി, കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ അവിടെ സൈഡിൽ ഒരു പൂള് പോലത്തെ ഒരു സംഭവമൊക്കെ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് നൈറ്റാണെന്നൊന്ന് കൂടുതൽ വ്യൂ കാണാൻ പുറമേ കേട്ടോ. പക്ഷെ ആ ബീച്ച് വ്യൂ കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു പകൽ ടൈമിൽ പോകേണ്ടി വരും. എന്നുവെച്ചാൽ വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയത് ഏകദേശം പോകുന്ന സമയത്ത് ലൈറ്റുള്ള ടൈമായിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോൾ കുറച്ച് നൈറ്റായിപ്പോയി. ആ ഒരു ടൈം ആയതുകൊണ്ട് 2 വ്യൂ കിട്ടി. അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് പോവാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയേ ഉള്ളൂ ഫുഡ്. നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഇതൊരു റിവ്യൂ ആയിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസും പിന്നെ ഫുഡിനെ പറ്റിയുള്ളത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു റിവ്യൂവറൊന്നുമല്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക. പിന്നെ അപ്പം ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആരെയും ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.